ഇന്ന് ഞാൻ അഭിരുചി കിച്ചണിൽ ചെയ്യാൻ പോകുന്നത് ഒരു പൊട്ടറ്റോ എഗ് കബാബാണ്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതിന് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി ഇതിന് വേണ്ടത് ആദ്യം തന്നെ 2 മുട്ട, അത് നന്നായി ഒന്ന് പുഴുങ്ങി വെക്കണം. പിന്നെ വേണ്ടത് വേവിച്ച് വെച്ച ഒരു ഉരുളക്കിഴങ്ങ്. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഇതിന് കുറച്ച് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ വേണ്ടത് ഒരു സവാള, അത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി 1 ടേബിൾ സ്പൂൺ അത് ചതച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായി മുറിച്ചത്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. ഇനി ആദ്യം തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അതിനാദ്യം വേണ്ടത് നമ്മൾ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ്, അത് നന്നായി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ 2 പുഴുങ്ങിയ മുട്ടയും അതും നന്നായി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കുക. ഉരുളക്കിഴങ്ങും മുട്ടയും ഗ്രേറ്റ് ചെയ്ത് വെച്ചതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 ഇട്ട് അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ എല്ലാ മസാലപ്പൊടികളും ചേർത്തതിന് ശേഷം അതിൻ്റെ കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും കൂടി ഇട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. കുഴച്ചെടുക്കുമ്പോൾ ഇതിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് വേണം ഇത് കുഴച്ചെടുക്കാൻ. കൈ കൊട്ടാത്ത തരത്തിലുള്ള പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇത് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി കയ്യിൽ വെച്ച് അതൊന്ന് ഒരു കബാബിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. കയ്യിൽ ആദ്യം കുറച്ച് എണ്ണ തടവിയാൽ ഇത് നല്ലൊരു ഷേപ്പിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് മുക്കിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനാദ്യം തന്നെ കുറച്ച് മൈദപ്പൊടി, അതിലേക്ക് കുറച്ച് വെള്ളവും ഒരു നുള്ളു ഉപ്പും ഇട്ട് അത് നന്നായി ഒന്ന് കലക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഓരോരോ കബാബ് ഇതിലേക്കിട്ട് ഇതിലൊന്ന് നന്നായി ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കുക. പിന്നെ ഇത് നല്ലൊരു ഷേപ്പാക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റണമെങ്കിൽ ആദ്യം ഒരു 10 മിനിറ്റ് സമയം ഈ ബ്രെഡ് ക്രംസിൽ മുക്കിയതിന് ശേഷം ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ നല്ല പൊടിഞ്ഞു പോകാത്ത തരത്തിൽ തന്നെ നമുക്ക് ഈ കബാബ് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഈ കബാബ് മുഴുവൻ ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുത്തതിന് ശേഷം 10 മിനിറ്റ് സമയം ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇപ്പോൾ ഇത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ റിഫൈൻഡ് ഓയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മളിത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 ഭാഗവും നല്ല ബ്രൗൺ കളറാക്കി എടുക്കുക. നല്ലൊരു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പൊട്ടറ്റോ എഗ് കബാബാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക.
പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും.